ഹായ് എവരിവൺ, വെൽക്കം ടു മാസ്റ്റർമൈൻഡ് ഡിഫൻസ് അക്കാഡമി. മാസ്റ്റർമൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഏറെക്കാലമായി കാത്തിരുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2024 എൻട്രിയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മാസ്റ്റർമൈൻഡ് ഡിഫൻസ് അക്കാഡമി. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ joinindianarmy.nic.in ഈ വെബ്സൈറ്റിന്റെ ഹോം പേജ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. സോ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ടു BSc നഴ്സിംഗ് കോഴ്സ് 2024 അറ്റ് കോളേജസ് ഓഫ് നഴ്സിംഗ് അണ്ടർ ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജ് will commence in the Join Indian Army website with effect from 29/2024 at 2 PM till 11 PM on 7th August 2024. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 29 ജൂലൈ 2024 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴാണ് അവസാനത്തെ ഡേറ്റ്? 11 PM on 7th August 2024. 7th August ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, 7th August 2024 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അവസാന ദിവസങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഹെവി ട്രാഫിക് കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സോ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നീറ്റ് ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥികൾക്കാണ് ഇത് അയക്കാൻ സാധിക്കുന്നത്, ഈ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നത്. ഓക്കെ, സോ വെബ്സൈറ്റ് www.joinindianarmy.nic.in ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. സോ നമുക്ക് ഇനി MNS ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടതെന്നും അതുപോലെ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. joinindianarmy.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഹോം പേജ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഓഫീസർ സെലക്ഷൻ. ഓക്കെ, ഓഫീസർ സെലക്ഷനിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടെ നോട്ടീസസ് ഫോർ RVC, TA ആൻഡ് MNS എൻട്രീസ്. സോ നിങ്ങൾ ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MNSന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓഫീസർ എൻട്രി, അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ട അപ്ലൈ ഓർ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോർട്ടലാണ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. ഇതൊരു ഓഫീസർ എൻട്രിയുടെ പോർട്ടലാണ്. സോ ഇവിടെ 2 ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, അതുപോലെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ, 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ്. നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ആൻഡ് യൂസർ നെയിം, ഓക്കെ, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂസർ നെയിം, പാസ്വേഡ് ലോഗിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ വെബ്സൈറ്റിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെ ഇന്ത്യൻ ആർമിയിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ MNSന് പോലും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടണാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബട്ടണാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓൾറെഡി ലോഗിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിനെ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതാനുണ്ട്. എന്നിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക. ആദ്യമായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ ആണ്. ഓക്കെ, നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ സ്കാൻഡ് കോപ്പിയാണ് വേണ്ടത്. അതിന്റെ സൈസ് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 5 KB to 10 KB ആണ് നിങ്ങളുടെ സൈസിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, 5 KBക്കും 10 KBക്കും ഉള്ളിലായിട്ടാണ് നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ സൈസ് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി ഓഫ് ലേറ്റസ്റ്റ് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോയുടെ ഒരു കോപ്പി ആവശ്യമുണ്ട്, സോഫ്റ്റ് കോപ്പി ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 5 KB to 20 KB ആണ് സൈസ് വരുന്നത്. ഓക്കെ, 5 KB to 20 KB അതാണ് ഫോട്ടോയുടെ സൈസ് വരുന്നത്. ഇനി വേണ്ടത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോർ റിസീവിംഗ് OTP ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആധാർ നമ്പർ ഏത് നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്, ഏത് മൊബൈൽ നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് കയ്യിൽ കരുതുക. അതിലേക്കാണ് നിങ്ങളുടെ വെരിഫിക്കേഷന്റെ OTP വരുന്നത്, 1 ടൈം പാസ്വേഡ് വരുന്നത്. നെക്സ്റ്റ്, ആക്റ്റീവ് ആയിരിക്കുന്ന ഇമെയിൽ ID നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ആ ഇമെയിൽ ID നിങ്ങൾ എപ്പോഴും റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആ ആക്റ്റീവ് ഇമെയിൽ ID ഇവിടെ ആവശ്യമായിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്.
ഇനി നെക്സ്റ്റ് വേണ്ടത് മാർക്ക് ഷീറ്റ് ഓഫ് ക്വാളിഫയിങ് കോഴ്സ് ആണ്. ഓക്കെ, മാർക്ക് ഷീറ്റ് വേണം. നിങ്ങൾ +2 ക്വാളിഫൈ ചെയ്തതിന്റെ മാർക്ക് ഷീറ്റ് ആവശ്യമുണ്ട്. അതുപോലെ നീറ്റ് ക്വാളിഫൈ ചെയ്തതിന്റെ മാർക്ക് ഷീറ്റും ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ നെക്സ്റ്റ് നേരത്തെ കണ്ട ബട്ടൺ, അതായത് ഈ ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. സോ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ ആധാർ നമ്പറാണ് വെരിഫൈ ചെയ്യേണ്ടത്. സോ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഓരോ സമയത്തും അത് ആപ്ലിക്കേഷൻ ഓരോ പ്രോസസ്സിലും വ്യക്തമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, so candidate are requested to make correction in the filled application form using the edit menu and ensure all corrections are made before checking the submit button. Okay, അതായത് നിങ്ങൾക്ക് എഡിറ്റ് മെനു എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സബ്മിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിഷന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഒരു കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കിനി ഫീ, ആപ്ലിക്കേഷൻ ഫീയിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് SC/ST കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകേണ്ട ആവശ്യമില്ല, ഫീ നൽകേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ്, EW കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് 200 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് നൽകേണ്ടത്. ഓക്കെ, 200 rupees ആണ് നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് നൽകേണ്ടത്. ഓക്കെ, 200 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് നൽകേണ്ടത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DU നമ്പർ എന്ന് പറഞ്ഞൊരു റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, പേയ്മെന്റിന്റെ സമയത്ത്. ഓക്കെ, DU നമ്പർ. സോ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് കയ്യിൽ വെക്കുക. കാരണം കൂടുതൽ മുന്നോട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ സമയത്ത് ഈ DU നമ്പർ റെഫറൻസ് ആയിട്ട് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, DU നമ്പർ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോപ്പീസ് ഒക്കെ കയ്യിൽ കരുതി വെക്കുക. ഒക്കെ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഓക്കെ, DU നമ്പർ അതുപോലെ തന്നെ കയ്യിൽ നന്നായിട്ട് കരുതുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലോഗിൻ ID ആൻഡ് യൂസർ നെയിം പാസ്വേഡ് ഇത് നന്നായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതൊന്നും മറന്നു പോകാൻ ഇടയാക്കരുത്. സോ അതൊക്കെ നമ്മൾ എപ്പോഴും അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റിന്റെ റെഫറൻസും, അതായത് പേയ്മെന്റ് കൺഫർമേഷൻ പേജിന്റെ റെഫറൻസിന്റെ ഒരു പ്രിന്റ് ഔട്ടും കൂടി നിങ്ങൾ എടുത്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ ടോട്ടൽ 2 പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതുണ്ട്. അതായത് ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കണം, അതുപോലെ തന്നെ പേയ്മെന്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവിഷണലി ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ആ രജിസ്ട്രേഷൻ നമ്പറിനെ റെഫറൻസ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ജനറേറ്റ് ആവുന്ന നമ്പർ സ്ക്രീനിൽ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്കും, നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്കും സെൻഡ് ചെയ്യുന്നതാണ്. സോ ആ റെഫറൻസ് നമ്പർ നന്നായിട്ട് കയ്യിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ളതാണ്, ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റ് ടു വിസിറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് റെഗുലർലി ഫോർ അപ്ഡേറ്റ്സ്. ഓക്കെ, റെഗുലർലി നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. അപ്ഡേറ്റ്സ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ MNSനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇതിന് ശേഷം MNS നീറ്റിന്റെ സ്കോർ റിസൾട്ട്സിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, വെബ്സൈറ്റ് www.joinindianarmy.nic.in ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. ലാസ്റ്റ് ഡേറ്റ്, ക്രൂഷ്യൽ ഡേറ്റ് ആണ് 7th August ആണ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആപ്ലിക്കേഷൻ നൽകാൻ ശ്രമിക്കുക. ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് വെക്കാൻ പാടില്ല. ഓക്കെ, MNS CBT എക്സാം ആൻഡ് ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്. സോ CBT എക്സാമിൽ 3 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരിക്കുക: ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അതുപോലെ ജനറൽ ഇന്റലിജൻസ്. ഈ 3 സബ്ജക്റ്റുകളാണ് ഈ CBT എക്സാമിൽ ഉണ്ടായിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് CBT എക്സാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, MNS ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു പാനലിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സോ MNS CBT ആൻഡ് ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്.
മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ MNS കോച്ചിംഗ് പ്രോഗ്രാമിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് MNS പരീക്ഷ ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ റാങ്ക് 22 മുതലുള്ള വൻ വിജയങ്ങളാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കൈവരിച്ചിരിക്കുന്നത്. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ MNS 2024 കോച്ചിംഗ് പ്രോഗ്രാംസ് ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഞങ്ങളുടെ കോച്ചിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറായ 8943901234 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോച്ചിംഗ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓൺലി 50 സീറ്റ്സ് മാത്രമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 8943901234 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രാറ്റജീസ് ലഭിക്കുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് സ്കോർ ഈ നമ്പർ 8943901234 എന്ന നമ്പറിലേക്ക് അയക്കുക. അതുപോലെ MNS നെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.